ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്സ് റൈൻ റെഡി ആയിട്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഇന്ത്യൻ ബൈക്സ് റൈൻ റെഡി പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കുറച്ച് ചേഞ്ചസും എത്തിയിട്ടുണ്ടായിരുന്നു, രണ്ട് പുതിയ വണ്ടികളും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇനി വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും പിന്നെ കമൻറ്റൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടിയാണ് നമ്മുടെ ലംബോർഗിനി സിയാൻ. പിന്നെ വണ്ടി പിന്നെ പറയേണ്ടല്ലോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വണ്ടി ഒരു റേസിംഗ് കാറാണ്. പിന്നെ വണ്ടി നല്ല ഫാസ്റ്റായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഫാസ്റ്റ് ഓടുന്ന പിന്നെ അയ്യോ ചിലപ്പോൾ വണ്ടിയെ കൺട്രോൾ വണ്ടി ഇവിടെ ഓടിക്കുന്നതോ വേറെ വണ്ടി നല്ല ഫാസ്റ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ലാതെ മുമ്പിൽ ഒരു വണ്ടി ഇല്ലാണ്ടിരുന്ന നന്നായി മുമ്പിൽ തന്നെ വണ്ടി ഭാഗ്യം രക്ഷപ്പെട്ടു. ഇവിടെ ഒരു വണ്ടി ഉണ്ടായില്ല. ഇപ്പോൾ റെയിൽവേ ട്രാക്കിലൂടെ പോകാൻ കുഴപ്പമില്ല. എന്തായാലും നല്ല സ്പീഡാണ് ഓക്കെ. എവിടെ ഇതിൻ്റെ ഡോറ് കുറച്ച് പോയാ ശരി, സീനില്ല കുഴപ്പമില്ല. ഇനി അടുത്ത ഒരു വണ്ടിയാണ് ഓക്കെ. ഇനി അടുത്ത വണ്ടിയാണ് ഗൈസ് നമ്മുടെ സ്കോർപിയോ, ബിഗ് ഡാഡി ഓഫ് ദ SUVs. ഗൈസ് നമുക്ക് ഇതൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ്. ഇത് SUV ആണ്, സസ്പെൻഷൻസ് നല്ല ഇതാണ് പറന്ന് ഇങ്ങനെയാണ് പോകുന്നത്. വണ്ടിയുടെ ഒരു എന്താ പറയുക, അയ്യോ തീർന്നു ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ പുറത്ത് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി ഗൈസ് നമുക്ക് അവിടെ അങ്ങനെ പറന്ന് പോകുന്നു ഗൈസ്. വണ്ടി ഡാമേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഓടി എപ്പോൾ എത്തുകൊണ്ട് ഗൈസ്. എന്തോ പാട്ടെന്തോ കിടക്കുന്നുണ്ട് ഗൈസ്. അവിടെ പോയിട്ട് എന്താ നമുക്ക് നമ്മുടെ ഡ്രോൺ ക്യാമറ ഒന്ന് ഓണാക്കാം. എൻ്റെ ഡ്രോൺ ക്യാമറ ഒന്ന് ഓണാക്കാം. എന്നിട്ട് സ്കോർപ്പിയൻ എന്തായി നോക്കണം ഗൈസ്. ഭയങ്കര വലിയൊരു ഇതാണ്, ഭയങ്കര തന്നെ ഓവറായി തോന്നുന്നു ഗൈസ്. ഇവിടെ തന്നെ രണ്ട് ഡോർ ഒരുമിച്ച് വീണിരിക്കണോടെ, അത് സീൻ എൻ്റെ മോനെ. ഒമ്പോ സ്കോർപ്പിയൻ്റെ ഇത്ര പവർ ഉണ്ടല്ലേ. ശരി, സ്കോർപ്പിയൻ ഇവിടെ അതേ നമ്മുടെ സ്കോർപ്പിയൻ അടുത്ത ഡോറും കൂടി ഇവിടെ പോയി കിടക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്കോർപ്പിയോൻ്റെ കോലം. ഫ്രണ്ട് എന്തായാലും ചില്ല് പൊട്ടിയിട്ടുണ്ട്. ഗ്ലാസ് കുഴപ്പമില്ല. ഒരു ഡോർ ഡ്രൈവർ ഡോർ മാത്രം പോയില്ലേ. പിന്നെ ബാക്കി ചില്ല് പൊട്ടിയിട്ടുള്ളത് വേറെ പറഞ്ഞാൽ ഫ്രണ്ടിൽ മാത്രം ചില്ല് പൊട്ടിയിട്ടുള്ളൂ, വേറെ വഴിയും ചില്ല് പൊട്ടിയിട്ടില്ല. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. നമുക്ക് നേരെ പോയി നോക്കാം വണ്ടി. ഇനി ഓടി എപ്പോൾ എത്തുന്നുണ്ടോ കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്താ ഇനി കുറച്ച് ചേഞ്ചസ് കാണിക്കാം നിങ്ങൾ ഗൈസ്. ഇനിയിപ്പോൾ എന്താ വണ്ടികൾ കുറേ ഓടിച്ചിട്ടുണ്ട്, ഞങ്ങൾ കുറച്ച് ചേഞ്ചസ് കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ സ്കോർപ്പിനെ ഞാൻ ഒന്ന് ടാർഗറ്റ് ചെയ്ത് കളയട്ടെ. ഇയാളെ എവിടെ നിന്നാടി വന്നു? ഓക്കെ. ഇനി ഇവർ നേരെ ഷൂട്ട് ചെയ്യാം. അയ്യോ ഓക്കെ. ഇനി നമുക്ക് നേരെ നമ്മുടെ സിറ്റി ബസ് നടന്നു എത്താൻ പോകുള്ളൂ. അതുകൊണ്ട്
ഇനി എന്തായാലും ഡ്രോണിൻ്റെ ആവശ്യം വരും ഗൈസ്. അതുകൊണ്ട് ഞാൻ ഡ്രോണില്ല സോറി ജെറ്റ് പാക്ക് പേര് മറന്നു പോകാൻ ഇടയ്ക്കിടയ്ക്ക്. കുഴപ്പമില്ല. നമ്മൾ ജെറ്റ് പാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പറക്കാൻ പോവുകയാണ് ഗൈസ്. അതിലേ നമ്മൾ പറക്കുകയാണ് ഗൈസ്. നമ്മൾ നേരെ ഇന്ത്യൻ ബൈക്സ് അതിൻ്റെ സിറ്റിയിലോട്ട് പോവാണ് ഗൈസ്. എന്തായാലും ഡ്രോൺ നല്ല ഫാസ്റ്റാണ് ഗൈസ്. പിന്നെ ഇല്ല മലമുകളിൽ എവിടം വരെ എത്തിയത് നമ്മൾ ജമ്പോ ഭയങ്കര ഇതാണ് ട്രൈ ജെറ്റ്. പിന്നെ ഇല്ല എനിക്ക് അവിടെ നിന്നൊന്നും കാണില്ല മര്യാദയ്ക്ക്. നല്ല അൾട്രാ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദൂരെ നിന്നൊക്കെ നന്നായി കാണുക. അതേ നമ്മുടെ GTA 5 പോലെ തന്നെ ഇവിടെ കണ്ടിട്ട് നിങ്ങൾക്ക് പോണ്ടൊക്കെ കാണാൻ പറ്റും. ഭയങ്കര മേലെ പറന്നു പോയാണ്, ഭയങ്കര മേലെയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ചേഞ്ചസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ട്രാഫിക്കിൽ പ്രത്യേകിച്ച് പുതിയ വണ്ടികൾ ഇപ്പോൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ട്രാഫിക്കിൽ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇറങ്ങാം കേസിലെ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നേരെ ഞാൻ ജെറ്റ് പാക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇറങ്ങാം ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഫോർച്യൂണർ ലെജൻഡറൊക്കെ പോണത് നമ്മുടെ സിറ്റിയിൽ. ഇനി വേറെ വണ്ടികളൊക്കെ ഉണ്ട് ഗൈസ്, കാണില്ല. അത് എന്തായാലും ഗൈസ് നമ്മുടെ വൈറ്റ് ഫോർച്യൂണർ ലെജൻഡർ ഗൈസ് ഇവിടെ പോകുന്നുണ്ട്. മറ്റേ ഫോർച്യൂണർ എന്താ പോകാത്തൊന്നും എനിക്കറിയില്ല. ഫോർച്യൂണർ ലെജൻഡർ എന്തെങ്കിലും പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഡ്രോണിൻ്റെ കൂടെ തന്നെ പോകേണ്ടി വരുന്ന. ഈ ഡ്രോൺ എന്താ വളഞ്ഞിരിക്കുന്നത്? അതോ ഇപ്പോൾ എന്താ ചോദിച്ചാൽ ഡ്രോണിൻ്റെ ജെറ്റ് പാക്ക് ഇത് വായിൽ തന്നെ വരുന്നത്. ഇനി നമുക്ക് ജെറ്റ് പാക്ക് എടുത്തിട്ട് പോകേണ്ടി വരും. കിട്ടോ മോനെ. സമയം നമ്മൾ പറന്നിരിക്കുകയാണ്. ഇവിടെ വേറെ വണ്ടികൾ കാണുന്നില്ല. ശരി നേരെ പോയി നോക്കാം. അപ്പം നേരെ എന്തെങ്കിലും നല്ല വണ്ടികളുണ്ടാവും. ഇനി ഫോർച്യൂണർ ലെജൻഡർ കണ്ടിരുന്നു. ഇനി 4 പുതിയ വണ്ടികളുണ്ട് കേസ് സിറ്റിയിൽ. ഞാൻ രണ്ടാമത്തെ വണ്ടി എങ്ങനെ ഏതാ നമ്മുടെ രണ്ടാമത്തെ വണ്ടി നമ്മുടെ ഡിഫൻഡറാണ് കേസ്. എല്ലാവർക്കും അറിയുന്ന വണ്ടി ഡിഫൻഡർ. പിന്നെ എല്ലാം കേസ് ഡിഫൻഡർ തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് കേസ്. ഇനി അടുത്ത 3ാമത്തെ വണ്ടി എനിക്ക് കാണണം കേസ്. എവിടെയാണ് 3ാമത്തെ വണ്ടി പോണത്? കാണുന്നില്ലല്ലോ കേസ്. അയ്യോ എവിടെയൊക്കെ പോകും. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മളിവിടെ സിറ്റിയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി എന്താവും അറിയില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. സ്കോർപ്പിയൻ എവിടെ പോയി? ഇത് എന്തൊരു ഇവിടെ ഫോർച്യൂണറൊക്കെ മാത്രമാണ്. ഇവിടെ എൻഡോവർ അതൊക്കെ അവിടെ പോയി. അതിനൊക്കെ കാണുന്നതാണ് ഗൈസ്. എവിടെ അവർ പോയത്? ശരിയൊക്കെ സിറ്റിയിൽ പോകുന്ന ഞാൻ കണ്ടതാണ് ഗൈസ്, സത്യം. ഇവർ കാണുന്നില്ല ഗൈസ്. അവിടെ ആകെ അത് കാണുന്ന സൂപ്പർ കാറൊന്നും മാത്രമേ ഉള്ളൂ. വേറെ വണ്ടികളൊന്നും കാണുന്നില്ല. ഇവിടെ നിന്ന് വരുമോ എന്തോ ആർക്കാ ഇവിടെ. അതായത് ഇനി കണ്ടെത്തി സമയം വേസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത് കേസ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ കാര്യം പറഞ്ഞ കേസ് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തായാലും ഈ അപ്ഡേറ്റ് വന്ന സന്തോഷത്തിന് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒരു കലാപരിപാടി ഒരുക്കിയിട്ടുണ്ട് കേസ്. പിന്നല്ല അയ്യോ മറന്നുപോയി. PDM കേസ്. അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ലിൻ കാണാൻ നിങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു കേസ്. പിന്നല്ല നമ്മുടെ ഈ അപ്ഡേറ്റ് വന്നതിൻ്റെ സെലിബ്രേഷനാണ് കേസ്. ഫ്രാങ്ക്ലിൻ അത് ജോലിയായി കളിക്കണം കേസ്. പിന്നല്ല നമ്മളൊക്കെ പിന്നെ ഇപ്പം മൈക്കിൾ ജാക്സൺ ആയി കേസ് ഫ്രാങ്ക്ലിൻ. ഇപ്പോൾ ഫ്രാങ്ക്ലിന് ടെസ്റ്റ് അപ്പം നോക്ക്. മറ്റേ പെണ്ണുങ്ങളെ പ്രേമിക്കാൻ നടക്കുന്ന ആ ഡാൻസ് പോലെയുണ്ട് കേസ്. ഏതായാലും നല്ല സെലിബ്രേഷൻ തന്നെ. മതി ഇത്രയൊക്കെ കളിച്ചാൽ മതി കേസ്. അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് കേസ്. അപ്പോൾ ഈ വീഡിയോ കാണാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.